ഇനി നേരെ അതിരപ്പള്ളിയിലേക്കാണ്. മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പന്റെ ചികിത്സാ ദൗത്യത്തിന് ഇന്ന് തുടക്കമാകും. ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് ചികിത്സ നൽകുന്നത്. കോടനാട് അഭയാരണ്യത്തിലെ ആനക്കൂട് നിർമ്മാണം സംഘം ഇന്ന് വിലയിരുത്തുന്നുണ്ട്. ഇതിനുശേഷം അരുൺ സഖറിയ അതിരപ്പള്ളിയിലെത്തി ആനയെ നിരീക്ഷിക്കും. തൃശ്ശൂരിൽ നിന്ന് ജോയ് മോൻ ജോസുണ്ട്. ജോയ്, ഗുഡ് മോർണിംഗ്. ഇന്നാണ് ഈ ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകുന്ന കാര്യത്തിൽ തീരുമാനമാവുക. എപ്പോഴാകും വിദഗ്ധ സംഘം ഇവിടേക്ക് എത്തുക? ഒപ്പം ആനക്കൂട് നിർമ്മാണത്തിന്റെ പുരോഗതി എങ്ങനെയാണ്? ആന ഇപ്പോഴും അവശനിലയിൽ തന്നെയല്ലേ? സേതു, തൃശ്ശൂർ അതിരപ്പള്ളിയിൽ പരിക്കേറ്റ ആനയുടെ ചികിത്സാ നടപടികൾ ഇന്ന് തുടക്കമാകുമെന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. അതായത് വൈൽഡ് ലൈഫ് ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം കോടനാട് ഇന്ന് പരിശോധന നടത്തും. അതായത് അവിടെ ഇപ്പോൾ കൂടിൻ്റെ അവസാനഘട്ട പണികൾ പുരോഗമിക്കുകയാണ്. അതായത് ഇന്നലെയോടെ തൂണുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. ഇനി ബാക്കിയുള്ളത് തൂണിന് ചുറ്റും സ്ഥാപിക്കാനുള്ള കഴകളുടെ നിർമ്മാണം മാത്രമാണ് ബാക്കിയുള്ളത്. ഇത് പൂർത്തിയായതിനു ശേഷം സംഘം, അത് അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തി കൂട് പരിശോധിക്കും. കൂടിൻ്റെ ബലം ഉൾപ്പെടെയുള്ള പരിശോധിച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഇന്ന് തന്നെ സംഘം അതിരപ്പള്ളിയിലേക്ക് എത്തി തിരിച്ച് അവിടെ എത്തി ആനയെ നിരീക്ഷിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എങ്കിൽ തന്നെയായാലും ആനയുടെ സ്ഥിതി യാതൊരുവിധ മെച്ചവുമില്ലാണ്ട് ഗുരുതരമായി തന്നെ തുടരുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം, അതായത് ഏഴാറ്റുമുഖം ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ച ആന അസ്വാസ്ഥ്യങ്ങൾ ഉൾപ്പെടെയൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ജനവാസ മേഖല ഇറങ്ങിയിരുന്നു. അതായത് കാട്ടിൽ എത്തി ഭക്ഷണം കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്നാണ് ആന ഇപ്പോൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എങ്കിൽ തന്നെയായാലും പൂർണ്ണ തോതിലുള്ള രക്ഷാദൗത്യം നാളത്തേക്ക് കൂടി തുടക്കമാകാനുണ്ട്. അതായത് മയക്കുവെടി ഉൾപ്പെടെ വെച്ച് ആനയെ പിടികൂടുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ നാളത്തേക്ക് മാത്രമാണ് തുടങ്ങാൻ സാധിക്കുക എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എങ്കിൽ തന്നെയായാലും ദൗത്യത്തിന്റെ ഭാഗമാകാനായിട്ട് 3 കുങ്കിയാനകൾ ഇപ്പോൾ അതിരപ്പള്ളിയിൽ സജ്ജമാണ്. അതുപോലെ തന്നെ അടിയന്തര സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആനയ്ക്ക് ആവശ്യമായ ചികിത്സ നൽകാനും അതുപോലെ തന്നെ ബാക്കിയുള്ള ആവശ്യങ്ങൾക്കായിട്ടുള്ള RRT സംഘം ഉൾപ്പെടെയൊക്കെ വയനാട്ടിൽ നിന്ന് എത്തിച്ച് അവിടെ സജ്ജമാണ് അതിരപ്പള്ളിയിൽ. എങ്കിൽ തന്നെയായാലും ഇന്ന് ഈ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള സംഘം കൂടിന്റെ പണി നിരീക്ഷിക്കും. അതിനുശേഷമാകും അതിരപ്പള്ളിയിലേക്ക് തിരികെ അവിടെ എത്തി ആനയെ നിരീക്ഷിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സേതു, ശരി ജോയ്മാൻ.